സർദാർ മാർക്കറ്റിലെ മെയിൻ ഫുഡ് ജോയിൻ്റ് ഈ കടയിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. നമുക്ക് മിർച്ചിവട കഴിക്കാം. നമ്മുടെ മുളക് ബജി 9 രൂപ ഇട്ട് വരുന്നത് രണ്ടെണ്ണത്തിന്. ഈ രണ്ടെണ്ണത്തിന് ബ്രെഡ് 3 എണ്ണത്തിന് 5 രൂപ. ബ്രെഡ് ഇരിക്കുന്നുണ്ടോ? ബ്രെഡും കൂട്ടി അവർ കഴിക്കുന്നത് എന്തൊക്കെയാണ്? ഇവർ വന്നിട്ട് ഓരോ സാധനങ്ങൾ കഴിക്കുകയാണ്. ഇന്നലെയും കൊടുത്തൊരു ഇറക്കന് പാലക് ഇത് വേണമെന്നുണ്ട്. ഇതേ ഒരു ചേട്ടൻ അവിടെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കുന്നതാണ്. ഇത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇവിടെ കണ്ടോ കേട്ടോ, റോഡ് മൊത്തം വൃത്തികേടായിട്ട് അമ്മമാരൊരു വണ്ടിയും കൂടെ വന്നിട്ടുണ്ട്. എന്തോ ഒരു വണ്ടി വെച്ചിട്ട് വെള്ളം മൊത്തം വലിച്ചെടുക്കുക ഈ പൈപ്പ് വെച്ചിട്ട്. അവിടെ ഫുൾ ക്ലീൻ ആക്കുന്നുണ്ട്. സൈഡിൽ നിന്ന് ചേച്ചിമാരെ ക്ലീൻ ആക്കുന്നുണ്ട്. ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ആട്ടോ ഇവിടെ. ഇതാണ് മെയിൻ സ്പോട്ട്. നമ്മുടെ ഗണ്ടാകാരൻ്റെ അടുത്തുള്ള 2 ചാട്ട് ബണ്ടാർ ഓസ് ഉള്ളിലോട്ട് കയറ്റുക കേട്ടോ. എന്നിട്ട് പുള്ളി ചെയ്തെടുക്കുക വെള്ളം ഈ വണ്ടിയിലോട്ട് കയറ്റുക. എന്താ അല്ലേ സെറ്റപ്പ്, കൊള്ളാം. ഇനി മഴ പെയ്താൽ പിന്നെ അത് കൂടും, അത് വേറെ കാര്യം. നമ്മളിപ്പോൾ ഷാഹിർ റോഡിൻ്റെ അവിടെ നിൽക്കുക. എന്നിട്ട് ഇത് ട്രിപ്പോളി ഏരിയ എന്ന് പറയും. കാരണം ഇവിടെ 3 ഗേറ്റ് ഉണ്ടല്ലോ. ഞാൻ മറ്റേ ഉദയ്പൂരിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഓട്ടോ ബുക്ക് ചെയ്തു ഇങ്ങോട്ട് പോകാൻ വേണ്ടി, ഉമ്മൈദ് ഭവനിലേക്ക് വേണ്ടി. അത് ശരിക്കും ആക്ച്വലി ഒരു ഹോട്ടലാണ്. പക്ഷെ അങ്ങോട്ട് നമുക്ക് സ്റ്റേ ചെയ്താലേ നമുക്ക് ആക്സസ് ഉള്ളൂ. നമുക്ക് പുറത്ത് നോക്കാം. ഗൂഗിളിൽ കാണിച്ച് 30 രൂപയെന്ന്. എത്ര ടിക്കറ്റാന്ന് നോക്കാം. അതെ, ഊബർ കയറി കേട്ടോ. ഊബറിനകത്ത് 114 രൂപ കാണിച്ചേ. പക്ഷെ ആൾ പറഞ്ഞ് 150 തരണം മേലെ വരെ പോകണമെങ്കിൽ. പിന്നെ നമ്മുടെ അണ്ണം ബാർഗെയിൻ ചെയ്ത് 130 ആക്കി. നമ്മളിപ്പോൾ പോകുന്ന ഒരു മിലിറ്ററി സൈഡിൽ കൂടെ കേട്ടോ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫുൾ മിലിറ്ററി സ്കീമാണ്. എന്തൊക്കെയോ സപ്ലൈ ഓഫീസും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വഴിയാണ് നമുക്ക് ഉമ്മൈദ് ഭവനിലോട്ട് പോകുന്നത്. നമ്മുടെ ഓട്ടോണ്ണന് മലയാളം കേട്ടിട്ട് മനസ്സിലായെന്നാ പറഞ്ഞു, വിളിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ഉമ്മൈദ് ഭവൻ എത്തി കേട്ടോ. ആ ദൂരെ കാണുന്നത് ആക്ച്വലി ഹോട്ടലാണ്, ഉമ്മൈദ് ഹെറിറ്റേജ്. നല്ല വഴി കേട്ടോ, നല്ല ക്ലീൻ വഴി. ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഓട്ടോ ചേട്ടൻ്റെ ഓട്ടോയുടെ ലെഫ്റ്റിൽ മുഹമ്മദും റൈറ്റിൽ ഡാഡെന്ന് എഴുതിയിട്ടുണ്ട്. മുകളിലോട്ട് കുറച്ച് പോകണ്ട, അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം കാശ് കൂടി ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 130 ഡീൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചോദിക്കുക എത്ര ഫോളോവേഴ്സ് ഉണ്ടത്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു അതെ. ഞാൻ വെറുതെ തള്ളി വിട്ടങ്ങ് 1500 ഉണ്ട്. 1000 എന്തേ ഉള്ളൂ. ഇതാട്ടോ വ്യൂ. ഇതാണ് വ്യൂ. ഇത് കാണുന്നതാണ് ഉമ്മൈദ് ഭവൻ. അടി സീൻ സാധനം കേട്ടോ. ഇതൊരു ഹോട്ടലാണേ. ഇവിടെ നമുക്ക് അകത്തോ ആക്സസ് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമല്ല, നമുക്ക് പുറത്ത് ടിക്കറ്റ് എടുത്ത് കയറാം. അവിടെ കൊള്ളാം കേട്ടോ, വിഷയം സാധനം. പൊക്കത്തിലാട്ടോ ഇരിക്കുന്നത്, ഇത്രയും പൊക്കത്തിലാണ്. ഇതാണ് എൻട്രൻസിൽ കയറി ടിക്കറ്റ് എത്രയാണെന്ന് നോക്കാം. ഇവിടെ മറ്റേ മെഹർഗണ്ടിലെ പോലെ കുറേ സേഫ്റ്റി പ്രിക്കോഷൻ എഴുതിയിട്ടുണ്ട്. വെള്ളം കിട്ടും, എന്തോ ദാഹിക്കുന്നു, വെള്ളം കുടിക്കാം. ഞാൻ കുനി വിലവേറെപ്പട്ടി കാണാം കേട്ടോ. ഇന്ത്യൻസിന് 60, സ്റ്റുഡൻസിന് 30 വരുന്നത്. ഇവിടെ ഞാൻ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. സർ वो ഗ്ലാസ് देंगे? ഇവിടെ ഉണ്ട് വെള്ളം തേടിയിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് 2 ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ ഇവൻ സ്റ്റുഡൻ്റ് ആക്ച്വലി. പക്ഷേ ഇവൻ്റെ ID കാർഡ് ഇപ്പോൾ കയ്യിലില്ല. വീട്ടിലും ആരും വിളിച്ചിട്ട് കിട്ടുന്നില്ല. സാധനം 60 രൂപ വെറുതെ വേസ്റ്റായി. സാരമില്ല, പോട്ടെ. നമുക്കിതെടുത്ത് പോവാം. ഇവിടെ തന്നെ ഒരു ടോയ്ലറ്റൊക്കെ ഉണ്ട്. പതിവ് പോലെ തന്നെ നമ്മുടെ ഉമ്മൈദ് ഭവൻ്റെ അകത്തും കുറേ മ്യൂസിയവും ഫോട്ടോ ഫ്രെയിംസും അങ്ങനെ ആർട്ട് പരമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഉമ്മൈദ് ഭവൻ്റെ ഒരു മിനിയേച്ചറാണിത്. വലിയൊരു ബിൽഡിങ്ങിനായിട്ട് ഇത് പുറത്ത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കുറച്ച് വോൾ ആർട്ട് കാണാം കേട്ടോ. കുറച്ച് ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉമ്മൈദ് ഭവൻ്റെ നൈറ്റിലെ വ്യൂവും ഒക്കെ. മാലയും കുറേ മാല, കമ്മൽ, ഭയങ്കര വൻ റിച്ച് സാധനങ്ങളാണ് തോന്നുന്നു. വാള് ഇവിടെ ഒരു ഹണ്ട് ചെയ്ത ഒരു പുലിയും फोटो के अंदर जो बच्चा है ना वो रियल है. अच्छा. और ये दोनों शेर भी रियल है. മേളിൽ ഓർമ്മയുണ്ട് കേട്ടോ. രാജാവും പിന്നെ ജോധ്പൂർ എഴുതിയിരിക്കുന്ന ബാൻഡ് ഉണ്ട് അവരുടെ ദേഹത്തെല്ലാം. പിന്നെ ഇവിടെ കുറച്ച് ഒറിജിനൽ ഫോട്ടോസാണ്. രാജാവിൻ്റെ ഫോട്ടോ. സ്കൂൾ കോൺസ് ആക്ടർ ആണോ? राजस्थान शो के अंदर ഇതെല്ലാം റിയൽ പിക്ചേഴ്സ് ആട്ടോ, ഒന്നും പടം വരച്ചല്ല. ആൻറ്റീക്ക് കുടം. ഇത് ട്രാൻസ്പെറൻ്റ് ആട്ടോ, നമുക്ക് ഉള്ളിൽ കാണാം ആക്ച്വലി. ഇതെന്നാ വിളക്കാട്ടോ, വിളക്ക് പറ്റിയ നമ്മുടെ വണ്ടിയിൽ ചാരിയറ്റിൽ വെക്കുന്ന വിളക്കാണ്. പിന്നെ ഗ്ലാസിൻ്റെ ഓരോ പ്രിൻസ്. ഇത് കുറച്ച് നമ്മുടെ അടുക്കളയിൽ വെക്കുന്ന ഫാൻസി സാധനങ്ങളുണ്ട്. മറ്റേ വെള്ളം അടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇത് കുറേ അങ്ങനത്തെ തന്നെ
അടിപൊളി സാധനങ്ങൾ കേട്ടോ. മറ്റേ ഗ്ലാസ് ഒക്കെ ഉണ്ട്. ഗ്ലാസ് എന്താണ് മറ്റേ സിഗാർ കാണാം. പിന്നെ ജഗ്ഗും ഗ്ലാസും അതൊക്കെ വീട്ടിൽ ഇരിക്കുന്ന പോലെ ഉണ്ട്. പിന്നെ ഇതാണ് ഡൈനിങ് ടേബിൾ പാത്രങ്ങൾ, ഗ്ലാസ്, മെനു കാർഡ്. ഫോണ് റിച്ച് സെറ്റപ്പ് അല്ലേ, വൺ റിച്ച്. പ്ലെയിൻ്റെ സംഭവം കേട്ടോ. പണ്ടത്തെ ഫസ്റ്റ് പ്ലെയിനും ഫ്ലൈറ്റും പൈലറ്റും ഒക്കെ ഇവിടെ കണ്ടോ. ജോധ്പൂരിൽ എയർപോർട്ട് ഉണ്ടല്ലോ, അപ്പോൾ അതിന് എന്താ ജോധ്പൂരിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് മറ്റേ ഫ്ലൈയിങ് ടീമാണ്. കൊള്ളാമല്ലേ. മേളിൽ 3 ഫ്ലൈറ്റ് പോകുന്ന കാണാം. ഇങ്ങോട്ട് ഇവിടുത്തെ ഓറിയൻ്റൽ റൂം കേട്ടോ. ഇത് ഫുള്ള് ക്ലോക്കുകളുടെ കളി കേട്ടോ. പല ടൈപ്പ് ക്ലോക്കുകൾ. ഒരു പെണ്ണിൻ്റെ പ്രതിമുള്ള ക്ലോക്ക്, കുഞ്ഞ് ക്ലോക്ക്, ക്ലോക്ക് ടവർ പോലത്തെ ക്ലോക്കുകൾ, ഗിറ്റാറിൻ്റെ ഷേപ്പിലുള്ള ക്ലോക്ക്, വാച്ച്. അടിപൊളി തന്നെ കേട്ടോ. ഇതെന്താണ് സ്ക്വയർ ഷേപ്പിൽ വലിയൊരു സാധനം. അങ്ങനെ പല ടൈപ്പ് ക്ലോക്ക്. റൂം ഫുള്ള് ഇങ്ങനെ മേളിലും കാണാം. ഇത് മേജർ ഹൈനസ് രാജരാജ് പല ടൈപ്പ് വിൻറ്റേജ് ക്ലോക്കുകൾ. ഇതുണ്ടോ, ഇവിടെയും കുറേ സംഭവങ്ങളുണ്ട്, പല ടൈപ്പ് ക്ലോക്ക്. ഇതുണ്ട് ഒരു വലിയൊരു എന്തോ പോലെ ഒരു കുറച്ച് കുതിരവണ്ടിയുടെ ഷേപ്പിലുള്ള ക്ലോക്ക്, പിന്നെ ഒരു ഏഞ്ചലിൻ്റെ ഷേപ്പിലുള്ള ക്ലോക്ക്. ഇവിടെ ഗൈഡ് എന്ത് പറയുന്നത് അത് കേൾക്കാം. ഇതൊക്കെ ടൈമർ കേട്ടോ. പഴയ സിനിമ കാണുന്ന കോമ്പസ് പോലത്തെ ടൈമർ. അടച്ച ക്ലോക്കാണ്. ഇതിനകത്ത് തുറന്നു കഴിഞ്ഞാൽ ഈ ക്ലോക്കാണ് ഉള്ള. ഈ മുറി ഫുൾ ക്ലോക്കിൻ്റെ സംഭവമായിരുന്നു കേട്ടോ. കേട്ടോ സൊവനീർ കാണാം ജോധ്പൂരിൻ്റെ. ഇത് വാങ്ങണമെന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ ഇത് വാങ്ങിയിട്ട് ആക്ച്വലി നമുക്ക് നല്ല രസമുണ്ട്. വെച്ചാൽ രാത്രിയിൽ കാണുന്ന വ്യൂ ഭയങ്കര അടിപൊളിയാണ്. ഫോട്ടോ എടുത്തിരുന്ന രീതിയും സെറ്റാണ്. വീണ്ടും കുറച്ച് അങ്ങനെ സോവനീർ ഐറ്റംസ് ഉണ്ട് അവിടെ. നമുക്ക് രാജശേരി ഡ്രസ്സിങ് കാണും. നമ്മുടെ ഉമേദ് ഭവൻ്റെ വൺ ഓഫ് ദി പാസേജസ് ആട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ വരുന്നത്. അപ്പോൾ ഇവൻ നമ്മുടെ ലമീൻ യമാലിൻ്റെ ബാഴ്സലോണയുടെ റെഡും ഡാർക്ക് ബ്ലൂവും വരുന്ന ജേഴ്സി ഇട്ടിട്ട്. അപ്പോൾ അത് നല്ല ഈ ഒരു പെയിൻറ്റിങ് എടുത്തതുണ്ടോ. പുള്ളിയുടെ ഷൂസ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ എവിടെ നോക്കാം, നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളെ പോയിന്റ് അടിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിലും ഇല്യൂഷൻ, ഇതൊരു 3D ഇല്യൂഷനാണ്. നമ്മൾ ഇങ്ങോട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഷൂ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ മാജിക്. ലെഫ്റ്റ് സൈഡിലും ഇത് തന്നെ പ്ലെയിൻ്റെ സെറ്റപ്പ് ആട്ടോ. നമുക്ക് ചെറിയ ചെറിയ എയറോപ്ലെയിൻ്റെ മോഡൽ വേണം. ഓരോ ഫേമസ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ഒബ്ജക്റ്റിൻ്റെ പേരാണ് എനിക്കറിയില്ല. ഇവിടെയും കുറച്ച് മോഡൽസ് ഉണ്ട്. ഇവിടെ വീണ്ടും നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു ചെറിയ ഇത് കാണാം, മിനിയേച്ചർ. നേരത്തെ കണ്ട മിനിയേച്ചറിൻ്റെ ഒറിജിനായിട്ടുള്ള ശരിക്കുള്ള ആ ഫോം ഇതാണ് സാക്ഷാൽ ഉമേദ് ഭവൻ. കിഡിലിൻ്റെ ആർക്കിടെക്ചറിനെ. ടിക്കറ്റ് ഇവിടെ മാത്രമേ പ്രവേശനമുള്ളൂ, അങ്ങോട്ട് ടിക്കറ്റ് ഇല്ല. അവിടെ സ്റ്റേ ചെയ്യണം. സ്റ്റേ ചെയ്താൽ അവിടെ വൻ റിച്ച് ആൾക്കാർ ടീംസ് വരുന്നുണ്ട്. ആ अच्छा वैसा है क्या? सेम बिल्डिंग है तो विंटेज कार डिस्प्ले ഉണ്ട് കേട്ടോ. റോൾസ് റോയ്സ് എല്ലാം ജോധ്പൂർ നമ്പർ 27 187 സെക്കൻഡ് ഫാൻ്റെ ആട്ടോ ഇത്. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേ ഏതാണ് ഇതും റോൾസ് റോയ്സ് ഫാൻ്റെ തന്നെ. ഇതോ നമ്മൾ ഗ്ലാസ്സിനകത്തിരിക്കുമ്പോൾ നമുക്ക് കാണാൻ ഒരു ഭംഗിയില്ല. ഇത് പക്കാട് ജോധ്പൂർ എല്ലാം ജോധ്പൂർ തന്നെ കഴിക്കുന്നത്. കെഡിലക് ജോധ്പൂർ. ഇതൊക്കെ ഏത് വണ്ടിയാണ്? അതൊക്കെ ഭയങ്കര പഴയ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ കെഡിലക് LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. ഏതാണ് അംബാസഡർ വിളിക്കുന്നത്? ഏതാ ബിഗ് 8 അല്ലൊരു 47 ഉണ്ടാക്കി കേട്ടോ. ഇതെന്താണ്? ട്രെയിനിൻ്റെ മോഡൽ കേട്ടോ. ട്രെയിനും പിന്നെ അതേ വേറൊരു വണ്ടി കാണും. ഇത് ഏതാ വണ്ടി? ഇത് എഴുതിയിട്ടില്ലല്ലോ അവർ. ഇത് കുറച്ച് ഗാഡി മെർസിഡീസ്. ആ ബെൻസ് സിമ്പലുണ്ട്. ശരിയാ. പക്ഷെ ഇത് ഗ്ലാസിൻ്റെ അകത്തായിപ്പോയി. ഇത് പുറത്തായി നമുക്ക് നല്ല ഫോട്ടോ എടുക്കാം. ഗ്ലാസിൻ്റെ അകത്താണ്ട് ഭംഗിയില്ല. ഓവർലാൻഡ് എല്ലാം ജോധ്പൂറാണ്. ജോധ്പൂർ അടുത്ത സെറ്റപ്പ്. ഓക്കെ ബൈ. തിരക്കുറവാട്ടോ. ഇപ്പം ചെറുതായിട്ട് ആൾക്കാർ കൂടി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. അവിടെ നമ്മൾ നേരത്തെ പോയ വിൻറ്റേജ് കാർ സെൻറ്റർ. ഇങ്ങനെ ബാക്ക് നമ്മളങ്ങനെ ഇറങ്ങുകയാണ്. ബൈ. ഇവിടെ മേളിൽ നിന്ന് ഊബറൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ നടക്കാൻ തുടങ്ങും. 500 മീറ്റർ ഉണ്ട്. വേറെ വഴിയില്ല. ലിഫ്റ്റ് ചോദിക്കാൻ നോക്കിയിട്ടും കാണുന്നില്ല. എല്ലാം ഫുള്ളാണ്. ഇവിടെ നമുക്ക് കാണാം മേളിൽ നിന്ന് കുറേ ബ്രൗൺ കളറിലെ വീടുകളാട്ടോ. ഫുള്ള് ബിൽഡിംഗ് ഒക്കെ ബ്രൗൺ കളറാണ്. അതിൽ ഇവിടെയും കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. നാട്ടിലുള്ള തന്നെ നല്ല കിട്ടുന്ന റോഡാണ് ആക്ച്വലി. സീനാട്ടോ. എല്ലാം ബ്രൗൺ കളർ. വൻ റിച്ച് സെറ്റപ്പാണ്.
അവൻ പറയുന്നത് ഇവനും വലുതായിട്ട് ഇങ്ങനത്തെ ഒരു വീട് പണിയണമെന്ന്. അവൻ്റെ ലക്ഷ്യം ഫുട്ബോൾ വഴി ISL എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബയൺ മ്യൂണിക്ക് പോവുക, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയി യുണൈറ്റഡിൽ ട്രൈ ചെയ്യുക. അതൊക്കെയാണ് അവൻ്റെ ലക്ഷ്യങ്ങൾ. ഇൻഷാ അള്ളാ അവൻ്റെ ഇത് നടക്കട്ടെ. കിട്ടുന്ന റോഡാട്ടോ ആക്ച്വലി. നമ്മൾ ബൈക്കിൽ വരുവാണെങ്കിൽ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മുടെ ജോധ്പൂരിലെ സമയം ഏകദേശം കഴിയാറായി. 1 മണിക്ക് നമുക്ക് ഫ്ലൈറ്റാണ്. എത്രയും പെട്ടെന്ന് റൂമിലെത്തുക, പാക്ക് ചെയ്യുക. തള്ളു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ ഇനി ബാരിയിലേക്ക് പോവാം. മുസ്റ്റാച്ച് പയ്യ കാലൊക്കെ വേണ്ടിക്കുന്നു ഭയങ്കരമായിട്ട്. അങ്ങനെ ബാഗും പാക്ക് ചെയ്ത് മുസ്റ്റാച്ചിൽ നിന്നും വെക്കേറ്റ് ചെയ്ത് ഞാൻ നേരെ 4 കിലോമീറ്റർ അപ്പുറത്തുള്ള നമ്മുടെ ജോധ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയി. അവിടെ നിന്നാണ് നമ്മുടെ ഓക്കെ ബൈ നമ്മുടെ രാജസ്ഥാൻ സീരീസ് ഇത് അവസാനിക്കുന്നു. ടാറ്റാ.